മിഷൻ ഒളിമ്പ്യാഡ് ഇവിടെ തുടങ്ങാൻ പോകുന്നു. ഈ ഒരു ടൈറ്റിലോ അല്ലെങ്കിൽ തംബ്നെയിലോ കണ്ടിട്ടായിരിക്കും നിങ്ങളിൽ പല ആളുകളും ഈ ഒരു വീഡിയോ കാണാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് നമ്മൾ ഈ ഒരു മിഷൻ ഒളിമ്പ്യാഡ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്തൊക്കെയാണ് അതിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരുപാട് എക്സാമുകൾ എഴുതാറുണ്ട് അല്ലേ? ക്ലാസ് ടെസ്റ്റുകൾ എഴുതും, പിന്നെ ടേം എക്സാമുകൾ, ഓണം എക്സാം ഉണ്ടാവും, ക്രിസ്മസ് എക്സാം ഉണ്ടാവും, ഫൈനലി ആനുവൽ എക്സാം ഉണ്ടാവും. അത് 10th സ്റ്റാൻഡേർഡുകാരാണെങ്കിൽ അവർക്ക് ഫൈനലി പബ്ലിക് എക്സാം ആണ് വരാൻ പോകുന്നത്. ഇങ്ങനെയുള്ള ഒരുപാട് എക്സാമുകൾ എഴുതും. അതിൻ്റെ കൂടെ തന്നെ വളരെ ചുരുക്കം കോമ്പറ്റേറ്റീവ് എക്സാമുകൾ എഴുതാറുണ്ട്. ഇപ്പോൾ ഈ 7th ഉള്ളവരാണെങ്കിൽ USS എക്സാം എഴുതും. 8th കുറച്ച് സ്റ്റുഡൻസിന് NMMS എക്സാം എഴുതാൻ പറ്റും. 10th സ്റ്റുഡൻസിന് NTSE എക്സാം കഴിഞ്ഞ വർഷം ക്യാൻസൽ ചെയ്തിരുന്നു, ഈ വർഷം വരും നമുക്ക് പ്രതീക്ഷിക്കാം. NTSE എക്സാം എഴുതാൻ പറ്റും. ഇങ്ങനെ വളരെ ചുരുക്കം, വിരലിൽ എണ്ണാവുന്ന <5 എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന അത്ര കുറച്ച് എക്സാമുകൾ മാത്രമേ, അല്ലെങ്കിൽ അത്ര കുറച്ച് കോമ്പറ്റേറ്റീവ് എക്സാം മാത്രമേ നമ്മളെല്ലാവരും അറ്റൻഡ് ചെയ്യാറുള്ളൂ. പക്ഷേ നമ്മൾ ആരും എക്സ്പ്ലോർ ചെയ്യപ്പെടാത്ത, അതായത് മലയാളികളായുള്ള സ്റ്റുഡൻസ് എക്സ്പ്ലോർ ചെയ്യപ്പെടാത്ത ഒരു ഏരിയയാണ് ഒളിമ്പ്യാഡ് എക്സാമുകൾ എന്ന് പറഞ്ഞത്. അപ്പോൾ ആ എക്സാമുകളിൽ മറ്റ് സംസ്ഥാനത്തുള്ള സ്റ്റുഡൻസ് വളരെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുകയും ഇന്ത്യയിലെ തന്നെ നാഷണൽ ലെവലും പിന്നീട് ഇന്റർനാഷണൽ ലെവലിലൊക്കെയുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഇപ്പോഴും എന്താണ് ഒളിമ്പ്യാഡ് എക്സാമുകൾ എന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല, അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല. അതിനൊരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒളിമ്പ്യാഡ് എക്സാമുകളിൽ നമ്മുടെ മലയാളി സ്റ്റുഡൻസിൻ്റെ പ്രാതിനിധ്യം നല്ല രീതിയിൽ വരണം. നമ്മുടെ സ്റ്റുഡൻസിനും ഇത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടണം. മറ്റ് സംസ്ഥാനക്കാർക്ക് കിട്ടുന്ന അതേ അവസരങ്ങളിലോട്ട് നമ്മുടെ മക്കളും എത്തണം എന്നുള്ള ഒരു എയിമോട് കൂടി XandY Learning തുടങ്ങാൻ പോകുന്ന ഒരു മിഷനാണ് മിഷൻ ഒളിമ്പ്യാഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒളിമ്പ്യാഡ് എക്സാമിനെ കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ മുന്നേ പല വീഡിയോസിലായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അധികം ആളുകളൊന്നും ഇതിനെക്കുറിച്ച് പറയാറില്ല. കാരണം ഇത് ഇങ്ങനെയുള്ള എക്സാമുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് A+ കിട്ടില്ല, A1 കിട്ടില്ല, ശരിയാണ്. പക്ഷേ നമുക്ക് കിട്ടുന്ന ഒരുപാട് അഡ്വാൻറ്റേജസ് വേറെയുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് ക്ലാസ്സുകാർക്ക് എഴുതാൻ പറ്റും. ആക്ച്വലി പല ടൈപ്പ് ഒളിമ്പ്യാഡ് എക്സാമുകളുണ്ട്. ഗവൺമെൻറ് നടത്തുന്നത്, പല പ്രൈവറ്റ് ഏജൻസീസ് നടത്തുന്നത്, പല സ്ഥാപനങ്ങൾ നടത്തുന്നത്, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഒളിമ്പ്യാഡ് എക്സാമുകളുണ്ട്. എല്ലാ ഒളിമ്പ്യാഡ് എക്സാമുകളും വളരെ സ്റ്റാൻഡേർഡ് കൂടിയൊന്നുമല്ല. ഓക്കെ, വളരെ ചുരുക്കം സെലക്റ്റഡ് ആയിട്ടുള്ള ഒളിമ്പ്യാഡ് എക്സാമുകൾ മാത്രമാണ് നാഷണൽ ലെവലും ഇന്റർനാഷണൽ ലെവലൊക്കെ റെക്കഗ്നീഷനുള്ള ഒളിമ്പ്യാഡ് എക്സാമുകൾ. അപ്പോൾ ആ ഒളിമ്പ്യാഡ് എക്സാമുകളിൽ തന്നെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതലുള്ള സ്റ്റുഡൻസിന് എഴുതാൻ പറ്റും, ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ എഴുതാൻ പറ്റുന്ന ഒരുപാട് ഒളിമ്പ്യാഡ് എക്സാമുകളുണ്ട്. പക്ഷെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് 7th 8th 9th 10th ക്ലാസ്സുകളിലെ സ്റ്റുഡൻസിന് എഴുതാൻ പറ്റുന്ന ഒളിമ്പ്യാഡ് എക്സാമുകളാണ്. കാരണം നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന ഓഡിയൻസ്, അല്ലെങ്കിൽ ഞങ്ങളുടെ ക്ലാസ്സുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഹൈസ്കൂൾ സ്റ്റുഡൻസും അതുപോലെ തന്നെ 7th സ്റ്റുഡൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒളിമ്പ്യാഡ് എക്സാമുകൾ ഏതൊക്കെയാണ്, അത് എങ്ങനെ അപ്ലൈ ചെയ്യണം, എപ്പോഴൊക്കെയാണ് അതിന്റെ ടൈം വരിക, എന്തൊക്കെയാണ് എക്സാം ക്വാളിഫൈ ചെയ്താൽ കിട്ടുന്ന അഡ്വാൻറ്റേജസ്, ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഇനി അങ്ങോട്ടുള്ള പല ദിവസങ്ങളിലും പല വീഡിയോസിലായിട്ട് നിങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും, ഞാൻ മുന്നേ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞ പോലെ, സ്കൂളിൽ പഠിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും. ആ കാര്യങ്ങൾ മാത്രം പഠിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത് തന്നെ പഠിക്കാൻ മടിയായിക്കൊണ്ട് വളരെ ലേസി ആയിട്ട് ഇരിക്കാറാണ് പലപ്പോഴും നമ്മൾ മലയാളി സ്റ്റുഡൻസിൻ്റെ ഒരു വലിയ വിഭാഗം ചെയ്യാറുള്ള കാര്യം. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള എക്സാമുകളെ കുറിച്ച് അറിയാത്തതും ഇതിലൂടെ കിട്ടുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും എക്സ്പോഷേഴ്സും നമുക്ക് അറിയാതെ പോകുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ISR യുവിക എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ആർക്കും അറിയാതെ, അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനക്കാർ മാത്രമാണ് ആ ഒരു പ്രോഗ്രാമിന് പോയിക്കൊണ്ടിരുന്നത്. നമ്മൾ യൂട്യൂബ് ചാനൽ വഴി നമ്മൾ ആ ഒരു പ്രോഗ്രാം നിങ്ങളിലോട്ട് എത്തിച്ചതോടുകൂടി കഴിഞ്ഞ വർഷം ഈ വർഷമൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള സ്റ്റുഡൻസ് ISRയുടെ ആ ഒരു ക്യാമ്പിൽ പോയിട്ട്, അല്ലെങ്കിൽ ISRയുടെ ഒരുപാട് ഏരിയാസ്, അവിടുത്തെ സയന്റിസ്റ്റുമാർക്ക് പോലും റെസ്ട്രിക്റ്റഡ് ആയുള്ള ഏരിയാസിൽ അവിടെ താമസിച്ചുകൊണ്ട് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ കൂടുതലുള്ള സ്റ്റുഡൻസിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ നിങ്ങളോട് എത്തിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ലേസി ആയിട്ട് ഇരിക്കുന്ന ഈ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് നമുക്ക് പറക്കാൻ പറ്റണം. എല്ലാ ഓപ്പർച്യൂണിറ്റീസിലോട്ടും, ഒരു ഓപ്പർച്യൂണിറ്റി കഴിഞ്ഞാൽ അടുത്ത അവസരത്തിലോട്ട്, അടുത്തതിലോട്ട് അങ്ങനെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ഏതൊക്കെയുണ്ടോ, എവിടെയൊക്കെയുണ്ടോ അത് എല്ലാം എക്സ്പ്ലോർ ചെയ്യാനും നമുക്ക് ഓരോ ക്ലാസ്സുകളിലും കിട്ടാവുന്ന അത്രയും അവസരങ്ങൾ മുതലെടുക്കാനും നമുക്ക് പറ്റേണ്ടതുണ്ട്. കാരണം മറ്റ് സംസ്ഥാനത്തുള്ള സ്റ്റുഡൻസ് എന്ത് ചെയ്യുന്നുണ്ട്, അവർ ഓടിപ്പിടിച്ച് എല്ലാ അവസരങ്ങളിലും എല്ലാ സീറ്റുകളും അവർ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ബുദ്ധി ഇല്ലാഞ്ഞിട്ടോ അവിടെ എത്താനുള്ള കഴിവില്ലാഞ്ഞിട്ടോ അല്ല. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഇതിനെക്കുറിച്ച് അറിയുന്നില്ല. ഒളിമ്പ്യാഡ് എക്സാമുകൾ മാത്രമല്ല, ഇത്തരത്തിലുള്ള ഒരു അവസരങ്ങളെ കുറിച്ചും പലപ്പോഴും പല ആളുകൾ, നിങ്ങൾ ടീച്ചേഴ്സ് ആയിക്കോട്ടെ, സ്കൂളിൽ നിന്നുള്ളവരായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് എഡ്യൂക്കേഷണൽ സ്ഥാപനങ്ങളായിക്കോട്ടെ, അധികം ആരും അതിനെക്കുറിച്ച് സംസാരിക്കാറില്ല, നിങ്ങളോട്ട് ആ ഇൻഫർമേഷൻ എത്തിക്കാറില്ല. രണ്ടാമത്തെ കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു വളരെ ഒരു കംഫർട്ടബിൾ സ്റ്റേജിൽ, അല്ലെങ്കിൽ ഒരു പ്രത്യേകിച്ച് ഒരു എഫേർട്ട് എടുക്കാൻ അതിനൊന്നും താല്പര്യമില്ലാതെ വളരെ ആ ഒരു സാച്ചുറേറ്റഡ് സ്റ്റേജിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് ആലോചിക്കാനോ അല്ലെങ്കിൽ എഫേർട്ട് ഇടാനോ പലപ്പോഴും നമുക്കൊരു മെന്റാലിറ്റി ഇല്ല എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടും ഈ ഒരു റേസിൽ, മറ്റു സംസ്ഥാനത്തുള്ള സ്റ്റുഡൻസിന്റെ കൂടെയുള്ള ആ റേസിൽ നമ്മൾ എന്ത് ചെയ്യാണ്, പുറകോട്ടായി പോവാണ്. പക്ഷെ നമ്മൾ അതിന് മാറ്റാൻ പോവാണ്. XandY Learningന്റെ കൂടെയുള്ള നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള കംപ്ലീറ്റ് സ്റ്റുഡൻസിനും ഇത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ പറഞ്ഞു തന്നുകൊണ്ടേയിരിക്കും. ഇതിനു മുന്നേ നമ്മളൊരു ആര്യഭട്ട നാഷണൽ മാത്സ് കോമ്പറ്റീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ നാഷണൽ സയൻസ് ആൻഡ് മാത്സ് ചാമ്പ്യൻഷിപ്പിന്റെ ഇൻഫർമേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന ഒരുപാട് ഇൻസ്പയർ അവാർഡ് പോലെയുള്ള ഒരുപാട് അവാർഡ്സിന്റെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനിയും ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ട്, അതും നിങ്ങളോട്ട് ഞങ്ങൾ എത്തിച്ചേരും. ഇതെല്ലാം എന്തിനാണ്? അവിടെ എല്ലാം നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ISRO പോലെയുള്ള അവസരങ്ങളിൽ, നാഷണൽ ലെവലുള്ള സ്ഥാപനങ്ങളിൽ പോയിട്ട് നിങ്ങൾക്കുള്ള ക്യാമ്പുകൾ പോലെയുള്ള അവസരങ്ങൾ, ഇതിലെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? പങ്കെടുക്കണം, പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ആ എക്സ്പോഷേഴ്സ് നമ്മൾ കൈയടക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? XandY Learning ചെയ്യാൻ പോകുന്നത് എന്താണ്? നമ്മൾ കൃത്യമായിട്ട് ഇതിന്റെ അപ്ലിക്കേഷൻ ഡേറ്റ് വരെ എപ്പോഴാണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അങ്ങനെ കംപ്ലീറ്റ് ഗൈഡൻസ് ഒക്കെ തരിക മാത്രമല്ല, ഇത് 2 കാറ്റഗറി ആയിട്ടാണ് ഇതിന്റെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക. ഒന്നാമത് നമ്മുടെ ഫൗണ്ടേഷൻ ബാച്ചിൽ നിങ്ങൾക്കറിയാം, XandY Learningന് 8th, 9th, 10th ക്ലാസ്സിലെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഫൗണ്ടേഷൻ ബാച്ചുകൾ ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. സ്കൂളിൽ പഠിക്കുന്നതിന്റെ കൂടെ തന്നെ ഇത്തരത്തിലുള്ള കോമ്പറ്റീവ് എക്സാമുകൾക്കുള്ള കോച്ചിങ് കൊടുക്കുന്ന ഒരു കോഴ്സാണ് ഫൗണ്ടേഷൻ കോഴ്സ് എന്നുള്ളത്. ആ ഫൗണ്ടേഷൻ കോഴ്സ് ഓൾറെഡി നമ്മൾ ഒളിമ്പ്യാഡ് എക്സാമുകൾക്കും കൂടി വേണ്ട രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലുള്ള സ്റ്റുഡൻസിന് നമുക്ക് എക്സ്ക്ലൂസീവ് സൂം ക്ലാസ്സസ് ഉണ്ടാവും. സാധാരണ ഫൗണ്ടേഷന്റെ ഭാഗമായുള്ള സൂമിന്റെ എക്സ്ട്രാ ആയിക്കൊണ്ട് എക്സ്ക്ലൂസീവ് ആയുള്ള സൂം ക്ലാസ്സസ് ഫൗണ്ടേഷൻ ബാച്ചിലെ സ്റ്റുഡൻസ് ഉണ്ടാവും ഉണ്ടായിരിക്കും. അതിന്റെ കൂടുതൽ സ്പെഷ്യൽ സ്റ്റഡി മെറ്റീരിയൽസ്, ഒളിമ്പ്യാഡ് എക്സാമുകൾക്കൊക്കെ പ്രീവിയസ് ഇയറിൽ വന്ന ക്വസ്റ്റ്യൻസ് അത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്, അതൊക്കെ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ നല്ല സ്റ്റഡി മെറ്റീരിയൽസ് വേണം. ആ സ്റ്റഡി മെറ്റീരിയൽസ് അതിന്റെ കൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതുപോലെ ലൈവ് ഡൗട്ട് ക്ലിയറൻസ് ക്ലാസ്സസ് ഉണ്ടാവും. ഡൗട്ട് ക്ലിയറൻസ് ഫെസിലിറ്റി വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴി നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസ് ഫെസിലിറ്റി ഉണ്ടാവും. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഫൗണ്ടേഷൻ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് വർക്ക് ബുക്സ് നമ്മുടെ ജോയിൻ ചെയ്ത സ്റ്റുഡൻസിന്റെ എല്ലാവരുടെ വീട്ടിലോട്ടും XandY Learning മാത്രം ഡെവലപ്പ് ചെയ്തിട്ടുള്ള നമ്മുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകളും വർക്ക് ബുക്കുകളും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രീവിയസ് ഇയർ ഒളിമ്പ്യാഡിന്റെ ക്വസ്റ്റ്യൻസും അതിന്റെ കോൺസെപ്റ്റ് ഒക്കെ അത് ഓൾറെഡി ഉണ്ട്. അതും നിങ്ങൾക്ക് ഇതിന് ഹെൽപ്ഫുൾ ആവും. മാത്രമല്ല ആപ്ലിക്കേഷൻ ഹെൽപ്പ് ഡെസ്ക് ഓരോന്നും എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, കൃത്യമായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇത് നമ്മുടെ ഫൗണ്ടേഷൻ ബാച്ചിലുള്ള സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അതായത് ഫൗണ്ടേഷൻ കോഴ്സിന്റെ പുറമെ എക്സ്ട്രാ ആയിക്കൊണ്ട് നിങ്ങൾക്ക് ഒരു അഡീഷണൽ അഡ്വാൻറ്റേജ് എന്നുള്ള രീതിയിൽ എക്സ്ക്ലൂസീവ് ആയിട്ട് തരുന്ന സർവീസസ് ആണിത്. ഇനി നമ്മുടെ യൂട്യൂബ് വഴിയും എന്തുണ്ടാവും, നമുക്ക് ഇതിന്റെ ഒളിമ്പ്യാഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ യൂട്യൂബ് ആകുമ്പോൾ നമുക്ക് ഇത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാന്നുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്, കാരണം ഒരു വലിയ ഓഡിയൻസ് ആണ്. അപ്പോൾ ഇതാവുമ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് ഇവരെല്ലാവരും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്ത ആൾക്കാരായതുകൊണ്ട് തന്നെ അവരെ കോൺടാക്ട് ചെയ്യാനും സൂം ക്ലാസ് കണ്ടക്ട് ചെയ്യാനും അവരുടെ കംപ്ലീറ്റ് സ്റ്റഡി, അവരുടെ ഒരു അക്കാഡമിക് അനാലിസിസും കാര്യങ്ങളും എല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് വളരെ ഈസിയാണ്. പക്ഷേ യൂട്യൂബ് കമ്മ്യൂണിറ്റിയുള്ള സ്റ്റുഡൻറ്റ്, അതായത് ഫൗണ്ടേഷൻ ജോയിൻ ചെയ്യാത്ത സ്റ്റുഡൻസിന് അങ്ങനെ നമുക്ക് ചെയ്യാന്നുള്ളത് പോസിബിൾ അല്ല, അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ അതിൽ നമുക്ക് ഉണ്ടാവുക യൂട്യൂബ് വഴി ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് വെച്ചുകൊണ്ടുള്ള ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും, മെന്റിക് യൂസേഴ്സ് ഉണ്ടാവും. അതിന് കൂടെ തന്നെ യൂട്യൂബ് വഴി റെക്കോർഡ് വീഡിയോസും, ഇതിൽ ഒളിമ്പ്യാഡ് എക്സാമിന്റെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന റെക്കോർഡ് വീഡിയോസ് ഉണ്ടാവും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ യൂട്യൂബ് വഴി ഫൗണ്ടേഷൻ സ്റ്റുഡൻസിന് എന്ത് ചെയ്യാം, ഇത് അസസ് ചെയ്യാം. പക്ഷേ ഫൗണ്ടേഷൻ സ്റ്റുഡൻസിന് ഓൾറെഡി ഇത്തരത്തിലുള്ള അഡീഷണൽ കാര്യങ്ങൾ കൂടെ എന്ത് ചെയ്യുന്നുണ്ടാവും, ഇതിനെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതോടുകൂടി നമുക്ക് ഒളിമ്പ്യാഡ് എക്സാമുകൾ എന്തായാലും നമ്മൾ അറ്റൻഡ് ചെയ്യുക. അതിൽ ഒരു പക്ഷേ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു 7th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന സ്റ്റുഡന്റ് ആണെങ്കിൽ 7th ഒളിമ്പ്യാഡ് നമ്മൾ ഇപ്പോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ഡിഫിക്കൽട്ട് ഉണ്ടാവും. നമ്മൾ 8th അറ്റൻഡ് ചെയ്യണം, 9th അറ്റൻഡ് ചെയ്യണം. 1-2 വർഷം കഴിയുമ്പോഴേക്കും നമ്മുടെ ലെവൽ മാറിയിട്ട് അടുത്തൊരു ഒളിമ്പ്യാഡ് എക്സാം വരുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ക്രാക്ക് ചെയ്യും. ചില ആളുകൾ ഫസ്റ്റ് ടൈമിൽ ക്രാക്ക് ചെയ്യും, ചില ആളുകൾ സെക്കൻഡ് ഇയറിൽ ക്രാക്ക് ചെയ്യും, അങ്ങനെ പല ആളുകളുണ്ട്. അപ്പം നമ്മൾ അതിന്റെ പ്രിപ്പറേഷൻസ് നടത്തുക എന്നുള്ളതാണ് അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ആക്ച്വലി നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ തന്നെ നമ്മൾ മുന്നേ ഒരു 8 months മുമ്പ് ഷഫീർ സാറ് സയൻസ് ഒളിമ്പ്യാഡ് എന്താണ്, അതുപോലെ തന്നെ ഇന്ത്യൻ ഒളിമ്പ്യാഡ് ക്വാളിഫയർ ഇൻ മാത്തമാറ്റിക്സ് അഥവാ IOQ എന്ന് പറയുന്ന എക്സാം എന്താണ്, അതിനെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ കാര്യങ്ങളാണ് കേട്ടോ, കഴിഞ്ഞ വർഷം അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ വരുമ്പോൾ അത് നിങ്ങളോട് പറയും. പക്ഷെ നിങ്ങൾക്ക് ഈ 2 വീഡിയോസ് കണ്ടാൽ തന്നെ എന്താണ് ബേസിക്കലി ഒളിമ്പ്യാഡ് എക്സാമുകൾ എന്നുള്ളൊരു ഐഡിയ കിട്ടും. ആ വീഡിയോയിലോട്ടുള്ള ഒരു ലിങ്ക് അല്ലെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ, ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ തന്നെ ഐ ബട്ടൺ ആയിട്ട് എന്ത് ചെയ്യാം, നമ്മൾ കൊടുക്കാം. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം അത് പോയിട്ട് കാണാവുന്നതാണ്. അപ്പോൾ അതിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയും, സാർ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇത് സയൻസിലും മാത്സിലും മാത്രമല്ല കേട്ടോ, വേറെയും ഒരുപാട് ആസ്ട്രോണമി പോലുള്ള സബ്ജക്റ്റുകളുണ്ട്, അതുപോലെ തന്നെ ജനറൽ സബ്ജക്റ്റുകളുണ്ട്, സോഷ്യൽ സയൻസിലുണ്ട്. ഇങ്ങനെ കുറേ പല ഡിഫറെൻറ്റ് സബ്ജക്റ്റുകളിൽ ഒളിമ്പ്യാഡ് എക്സാമുകൾ നടക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ കോൺസെൻട്രേഷൻ XandY Learning എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സയൻസ് ആൻഡ് മാത്സ് ആയതുകൊണ്ട് ഞങ്ങൾ ആ സയൻസ് ആൻഡ് മാത്സിന്റെ വീഡിയോസ് ചെയ്തു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഈ ഒരു വീഡിയോയിൽ കാണാൻ പറ്റും. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ തന്നെ നമ്മുടെ ഐ ബട്ടൺ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ലിങ്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു വീഡിയോ കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാൻ പറ്റും, പോയിട്ട് കാണാൻ പറ്റും എന്നുള്ളതാണ്. സോ ഇവിടെ കൊടുത്തിട്ടുണ്ട് ബി റെഡി ഫോർ ദ മിഷൻ, അല്ലെ, നമ്മൾ ആ ഒരു ഒളിമ്പ്യാഡ് മിഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സാധാരണ സ്റ്റുഡൻസിനെ പോലെ വെറുതെ സ്കൂളിലെ കാര്യം മാത്രം പഠിച്ച് ചടഞ്ഞു കൂടി ഇരുന്ന് പഠിക്കാന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് കുറച്ചുകൂടി ത്രില്ലിംഗ് ആയിട്ടുള്ള, കുറച്ചും കൂടി ചലഞ്ചിങ് ആയിട്ടുള്ള ടാസ്കുകൾ നമ്മൾ ഏറ്റെടുക്കാൻ പോവാണ്. ഇത്തരത്തിലുള്ള നാഷണൽ ലെവലിലും ഇന്റർനാഷണൽ ലെവലുമുള്ള എക്സാമുകൾ ക്വാളിഫൈ ചെയ്തുകൊണ്ട് നിങ്ങൾ ഇനി ഫ്യൂച്ചറിലോട്ട് പോകുന്ന ഏത് അറ്റം വരെ പോകുന്നോ
അത്രയും കാലം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ വളരെ പ്രൗഡോട് കൂടി വളരെ അഭിമാനത്തോടു കൂടി കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു റെക്കഗ്നീഷൻ, ഒരു ടാഗ് നിങ്ങൾക്ക് വാങ്ങി തരിക എന്നുള്ളത് കൂടിയാണ് XandY ലേണിംഗിന്റെ ഉദ്ദേശം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോസ് കണ്ടാണെങ്കിൽ ഏകദേശം ഐഡിയയും കാര്യങ്ങളൊക്കെ കിട്ടും. കാരണം ഇതിൽ പല എക്സാമുകളിലും ആദ്യം നാഷണൽ ലെവലും പിന്നെ ഇന്റർനാഷണൽ ലെവലൊക്കെ എന്ത് ചെയ്യാറുണ്ട്, നടത്താറുണ്ട്. അപ്പോൾ അതിലൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എക്സ്പോഷർ വളരെ ഡിഫറൻ്റ് ആണ്. മറ്റു പല രാജ്യങ്ങളും അമേരിക്കയിലും ജർമ്മനിയിലും ജപ്പാനിലും അങ്ങനെ പല രാജ്യങ്ങളിലുള്ള ആളുകളുമായിട്ട് കോമ്പീറ്റ് ചെയ്യുക, അവരുടെ കൂടെ പല രാജ്യങ്ങളിലും പോയിട്ട് സ്പെൻഡ് ചെയ്യുക, ഇങ്ങനെയുള്ള ഒരുപാട് അവസരങ്ങളൊക്കെ കിട്ടുക എന്നുള്ളത് ചെറിയ കാര്യമല്ല അല്ലേ, ഒരിക്കലും ഹൈസ്കൂളിൽ ചെറിയ കാര്യമല്ല. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങൾ ചാടി പിടിക്കാൻ നമുക്ക് പറ്റണം. വെറുതെ എക്സാമുകൾ, സ്കൂൾ എക്സാമുകളൊക്കെ നമ്മൾ ഇതിന്റെ കൂടെ നടന്നു പോകും. കാരണം ഇതിന്റെ സിലബസ് ഒക്കെ അതേപോലെ തന്നെയാണ്. കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് സ്കൂളിൽ പഠിക്കുന്നതുമായിട്ട് അലൈൻ ചെയ്യുന്ന സിലബസ് ആണ്. അപ്പോൾ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ 7th 8th 9th 10th ക്ലാസ്സുകളിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് ഒളിമ്പിയാഡ് എക്സാമുകൾക്ക് വേണ്ട ഗൈഡൻസ് ഒരു മിഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഓരോന്നിനെയും റെസ്പെക്റ്റീവ് ചാനലുകളിൽ വരും. അതായത് 7th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസിനാണെങ്കിൽ നമ്മുടെ USS ചാനലിലായിരിക്കും ഇൻഫർമേഷൻ വരിക. 8th ഉള്ള സ്റ്റുഡൻസിനാണെങ്കിൽ ക്ലാസ് 8 ആൻഡ് NMMS എന്ന് പറയുന്ന ചാനലിലായിരിക്കും അതിന് ഇൻഫർമേഷൻ വരിക. 9th ഉള്ള സ്റ്റുഡൻസിന് നമ്മൾ 9th ഒരു പുതിയ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്, അതിലായിരിക്കും കൂടുതൽ ഇൻഫർമേഷൻ വരിക. 10th ഉള്ള സ്റ്റുഡൻസിന് XandY ലേണിംഗിന്റെ മെയിൻ ചാനലായിരിക്കും അതിനുള്ള ഇൻഫർമേഷൻ വരിക. അപ്പോൾ നിങ്ങൾ ഈ ചാനൽസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അതിലായിരിക്കും ക്ലാസ്സസും ബാക്കി അതിന്റെ ആപ്ലിക്കേഷൻ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും എല്ലാം പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് എല്ലാവരിലോട്ടും, സ്കൂളിലെ ഫ്രണ്ട്സിലോട്ടും കസിൻസിലോട്ടും ഫാമിലിയിലോട്ടും ഒക്കെ എന്ത് ചെയ്യുക, ഈ ഇൻഫർമേഷൻ തീർച്ചയായിട്ടും എത്തിച്ചു കൊടുക്കുക. നമ്മൾ ഇന്നു മുതൽ തുടങ്ങാൻ പോവാണ് മിഷൻ ഒളിമ്പിയാഡ് ബൈ XandY ലേണിംഗ്. താങ്ക് യു.